ഇപ്പോഴിതാ ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് തകർപ്പൻ ജയം. 7 വിക്കറ്റിനാണ് ഇന്ത്യ പാക് പടയെ തകർത്തത്. വിശദമായ വിവരങ്ങളുമായി AP സജിഷ ചേരുകയാണ്. സജിഷ, അങ്ങനെ ഇന്ത്യ സൂപ്പർ 4ലേക്ക് കടന്നിരിക്കുകയാണ്. ഒരു തകർപ്പൻ ജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത്, അല്ലേ? സിന്ധു, ചിരവൈരികളായ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയം തന്നെ കരസ്ഥമാക്കിയിരിക്കുകയാണ്. 7 വിക്കറ്റിനാണ് പാകിസ്ഥാനെ ഇന്ത്യ തകർത്തിരിക്കുന്നത്. ഏഷ്യ കപ്പ് T20 ക്രിക്കറ്റിൽ ഈ ജയത്തോടുകൂടി തന്നെ തുടർച്ചയായ 2 ജയങ്ങളോടുകൂടി തന്നെ സൂപ്പർ 4ഉം കൂടി ഇന്ത്യ ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് കായിക ലോകം ഏറെ പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയിരുന്ന ഒരു മത്സരമായിരുന്നു ഇന്നത്തേത്. കാരണം ഇന്ത്യയുടെ എതിരാളി പാകിസ്ഥാനാണ്. അതുകൊണ്ട് തന്നെ ഹൈബ്രിഡ് വേദിയിൽ UAE-യിലായിരുന്നു ഒരു മത്സരം. ദുബായ് രാജ്യാന്തര സ്റ്റേഡിയത്തിൽ തന്നെ ഒരു വൻ ജനാവലി തന്നെ അവിടെ ഉണ്ടായിരുന്നു. കാണികൾ അത്രയും ഒരു ആവേശത്തോടു കൂടി തന്നെയായിരുന്നു ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ആരാധകർ ക്രിക്കറ്റിൽ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്, ഇന്നത്തെ മത്സരം വീക്ഷിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് ഇന്ത്യക്ക് നഷ്ടമായിട്ടുണ്ടായിരുന്നു. ടോസിന്റെ ആനുകൂല്യം പാകിസ്ഥാനായിരുന്നു. പക്ഷേ പാകിസ്ഥാൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യക്ക് ആദ്യം ബൗളിംഗ്. പക്ഷേ തുടക്കം തന്നെ ആദ്യ ഓവറിൽ തന്നെ ഇന്ത്യയുടെ ഹാർദിക് പാണ്ഡ്യ ആദ്യത്തെ വിക്കറ്റ് എടുക്കുകയും തുടർന്ന് രണ്ടാമത്തെ ഓവറിൽ ജസ്പ്രീത് ബുംറയും ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് എടുക്കുന്നു. പിന്നെ കണ്ടത് പാക് പടയെ ഇന്ത്യയുടെ ബൗളർമാർ പിടിച്ചു കിട്ടുന്ന ഒരു വലിയൊരു കാഴ്ച തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. 9 വിക്കറ്റ് നഷ്ടത്തിൽ 127 റൺസായിരുന്നു പാകിസ്ഥാൻ നേടിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ തന്നെ കുൽദീപ് യാദവ്, ചൈനാമൻ ബൗളറായിട്ടുള്ള കുൽദീപ് യാദവ് ഒരിക്കൽ കൂടി ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യയുടെ വിജയത്തിൽ നിർണായക പങ്ക് വഹിച്ചിരിക്കുകയാണ്. 3 വിക്കറ്റാണ് കുൽദീപ് യാദവ് നേടിയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജസ്പ്രീത് ബുംറ ആണെങ്കിൽ 2 വിക്കറ്റ് വീഴ്ത്തി, അക്സർ പട്ടേൽ ആണെങ്കിൽ 2 വിക്കറ്റ് വീഴ്ത്തി. അങ്ങനെ ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഒരു പോരാട്ടം ബൗളർമാരുടെ ഭാഗത്തു നിന്ന് തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മത്സരം നമ്മൾ വീക്ഷിച്ചാൽ അറിയാം, പാകിസ്ഥാൻ ഒരു വലിയൊരു മാർജിനിൽ തന്നെയായിരുന്നു ഒമാനെ തകർത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യയുടെ മുന്നിൽ ഈ പാകിസ്ഥാൻ്റെ ബാറ്റിംഗ് നിര നിഷ്പ്രഭമാവുകയായിരുന്നു. ഒടുവിൽ തുടർ ബാറ്റിങ്ങിന് ഇറങ്ങിയ 128 റൺസ് വിജയലക്ഷ്യവുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ഇന്ത്യക്ക് പക്ഷേ തുടക്കം ഒന്ന് അല്പം പാളിയിട്ടുണ്ടായിരുന്നു. കാരണം 10 റൺസുമായി ശുഭ്മൻ ഗില്ല് പുറത്താകുന്നു. തുടർന്ന് അഭിഷേക് ശർമ്മ 13 പന്തിൽ നിന്ന് 31 റൺസ് എടുത്ത് അഭിഷേക് ശർമ്മയും പുറത്താകുന്നു. പക്ഷേ അപ്പോഴും ഇന്ത്യക്കൊരു വലിയൊരു ബാറ്റ് നിര അപ്പോഴും ബാറ്റ് ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നു. പിന്നീട് സൂര്യകുമാർ യാദവും തിലക് വർമ്മയും കൂടിയാണ് ഇന്ത്യയുടെ സ്കോർ ഉയർത്തിയിട്ടുണ്ടായിരുന്നത്. ഒടുവിൽ 25 പന്തുകൾ ശേഷിക്കെ ഇന്ത്യ ഇപ്പോൾ 131 റൺസ് എടുത്തിരിക്കുകയാണ്. ശിവം ദുബെയും സൂര്യകുമാർ യാദവുമായിരുന്നു അവസാനം ക്രീസിലുണ്ടായിരുന്നത്. സൂര്യകുമാർ തന്നെയാണ് ഇന്ത്യയുടെ ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് തന്നെയായിരുന്നു സൂര്യകുമാർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. മറ്റൊരു പ്രത്യേകത, ഏഷ്യ കപ്പ് ക്രിക്കറ്റ്, നമ്മുടെ ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു ഇത്. കാരണം അന്നത്തെ മത്സരവും ഒടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടിയപ്പോഴും ഇന്ത്യക്ക് തന്നെയായിരുന്നു വിജയം. ഇപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിനും ഓപ്പറേഷൻ സിന്ദൂറിനും ശേഷം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ക്രിക്കറ്റ് ക്രീസിലുണ്ടായിരുന്ന ആദ്യത്തെ ഏറ്റുമുട്ടലാണ് ഇതെന്നൊരു വലിയൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഈ ഏറ്റുമുട്ടലിലാണ് ഇപ്പോൾ ഇന്ത്യ ക്രിക്കറ്റ് ക്രീസിൽ ഒരു വലിയൊരു വിജയം തന്നെ സ്വന്തമാക്കിയിട്ടുള്ളത്. പാക് പടയ്ക്ക് മേൽ വലിയൊരു പ്രഹരം തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ നൽകിയിട്ടുള്ളത്. സിന്ധൂരി, അതായത് തുടക്കമൊന്നാൽ പാളിയിട്ടുണ്ട് എങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് അതൊന്നും വകവെക്കാതെ അടിച്ചു കയറുകയായിരുന്നു ഇന്ത്യ എന്ന് തന്നെ പറയാം. എന്തായാലും ഇന്നത്തെ ഈ ഒരു മത്സരത്തിൽ അത്ര മികച്ച മത്സരമാണ് ഇന്ത്യയിലെ ഓരോ താരങ്ങളും കാഴ്ചവെച്ചതെന്ന് നിസ്സംശയം പറയാം, അല്ലേ? സിന്ധൂരി ചോദിച്ചതുപോലെ തന്നെ, കാരണം ആദ്യം ബാറ്റ് ചെയ്തത് പാകിസ്ഥാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ സ്കോറായിരുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് 128 റൺസ് എന്ന് പറയുന്നത് ഒരു ചെറിയ സ്കോർ തന്നെയായിരുന്നു. കാരണം ഇന്ത്യയുടെ ബൗളർമാരായിരുന്നു കളം വാണിട്ടുള്ളത്. ഈ പിച്ചാണെങ്കിൽ, ദുബായിലെ പിച്ചാണെങ്കിൽ എപ്പോഴും സ്പിന്നിന് അനുകൂലമായിട്ടുള്ള ഒരു പിച്ചായിരുന്നു. ഇപ്പോൾ മുൻ പ്രവചനം തന്നെ ഉണ്ടായിരുന്നു സ്പിന്നിന് അനുകൂലമായിട്ടുള്ള പിച്ചാണെന്ന്. പക്ഷേ പേസറായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യയാണ് ആദ്യത്തെ വിക്കറ്റ് വേട്ട തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ജസ്പ്രീത് ബുംറയായിരുന്നു വിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യ വിക്കറ്റുകൾ നേടിയിട്ടുണ്ടായിരുന്നത് പേസർമാർ തന്നെയായിരുന്നു. പക്ഷേ പിന്നെ കണ്ടത് സ്പിന്നർമാർ തന്നെയായിരുന്നു. കാരണം കുൽദീപ് യാദവ് കഴിഞ്ഞ ഏഷ്യ കപ്പ് ടൂർണമെൻറ്റിലെ മികച്ച താരം കുൽദീപ് യാദവ് ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ മത്സരത്തിൽ തന്നെ ഇന്ത്യ UAE തോൽപ്പിച്ചപ്പോഴും മാൻ ഓഫ് ദി മാച്ച് കുൽദീപ് യാദവാണ്. ഇന്നത്തെ മത്സരത്തിൽ 3 വിക്കറ്റാണ് കുൽദീപ് വീഴ്ത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു നിർണായക പ്രകടനം ബൗളർമാരുടെ, പ്രത്യേകിച്ച് സ്പിന്നർമാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷേ തുടർന്ന് ഇന്ത്യ ബാറ്റിങ്ങിന് ഇറങ്ങുമ്പോൾ ചെറിയൊരു വിജയലക്ഷ്യം തന്നെയാണെങ്കിലും പാകിസ്ഥാൻ്റെ ബൗളിംഗ് ആദ്യഘട്ടത്തിലെല്ലാം മികച്ചത് തന്നെയായിരുന്നു. കാരണം
അഭിഷേക് ശർമ്മ മികച്ച രീതിയിൽ ബാറ്റിംഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും തുടരെ 2 വിക്കറ്റുകൾ ഇന്ത്യക്ക് നഷ്ടമാകുന്നു. പക്ഷേ അപ്പോഴും ഈ ഗില്ല് പുറത്താകുന്നു, തുടർന്ന് അഭിഷേക് ശർമ്മ പുറത്താകുന്നു. പക്ഷേ പിന്നെ ഇവർ ക്രീസിൽ നിലയുറപ്പിക്കുന്ന കാഴ്ചയായിരുന്നു. സൂര്യകുമാർ യാദവ് ആണെങ്കിലും തിലക് വർമ്മയാണെങ്കിലും ക്രീസിൽ നിലയുറപ്പിക്കുന്ന ഒരു കാഴ്ച തന്നെയായിരുന്നു. അതുമാത്രമല്ല, പതിവിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സൂര്യകുമാർ തുടക്കം ആഞ്ഞു വീശുന്നൊരു ബാറ്റിംഗ് ശൈലിയാണ്. എപ്പോഴും ഒരു സുന്ദരമായ ബാറ്റിംഗ് ശൈലി സൂര്യകുമാർ യാദവിനുണ്ടായിരുന്നു. പക്ഷേ ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് ഒരു കരുതലോടെ തന്നെയായിരുന്നു ഇന്ന് സൂര്യകുമാർ കളിച്ചിട്ടുണ്ടായിരുന്നത്. തുടർന്ന് ഒരു ഉജ്ജ്വലമായിട്ടുള്ളൊരു ഇന്നിങ്സ് തന്നെ സൂര്യകുമാർ കാഴ്ചവെക്കുന്നു. മറ്റ് നമുക്ക് എപ്പോഴും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ബാറ്റിംഗ് നിര അപ്പോഴും ഇന്ത്യക്ക് ബാക്കിയുണ്ടായിരുന്നു. അത് തന്നെയായിരുന്നു ഇന്ത്യയുടെ ഒരു വലിയ പ്രതീക്ഷയും. പക്ഷേ ഇപ്പോൾ നിലവിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ഇന്ത്യ സൂപ്പർ 4-ൽ ഉറപ്പിച്ചതോടുകൂടി തന്നെ ഇപ്പോൾ തുടർച്ചയായ 2 ജയങ്ങൾ, കാരണം ഒരു നിർണായകമായ ഒരു മത്സരം തന്നെയായിരുന്നു. കാരണം ഇന്ത്യയും തുല്യ നിലയിലായിരുന്നു, പാകിസ്ഥാനും ആദ്യ മത്സരങ്ങൾ ജയിക്കുന്നു. പക്ഷേ അതോടുകൂടി തന്നെ ഇരു ടീമുകൾക്കും ഇന്ന് മത്സരം നിർണായകമാകുന്നു. പക്ഷെ അത് മാത്രമല്ല, ചിരവൈരികളായതുകൊണ്ട് തന്നെ ഇന്ത്യ പാക് ക്രിക്കറ്റ് ഏറ്റുമുട്ടൽ വളരെയധികം ആകാംക്ഷയോടുകൂടി തന്നെയായിരുന്നു ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കിയിട്ടുണ്ടായിരുന്നതും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു വിജയം, ഒരു ഉജ്ജ്വലമായിട്ടുള്ള വിജയം, 7 വിക്കറ്റിൻ്റെ ഒരു ഉജ്ജ്വലമായിട്ടുള്ള ഒരു വിജയം തന്നെയാണ് ഇന്ത്യയുടെ നീലപ്പട ഇന്ന് സ്വന്തമാക്കിയിട്ടുള്ളത്. സിന്ദൂരി. അതെ, വ്യക്തമാണ് സജിഷ. എന്നാലും ഏഷ്യ കപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാനെതിരെ ഉജ്ജ്വലമായ വിജയമാണ് ഇന്ത്യ നേടിയിരിക്കുന്നത്. 7 വിക്കറ്റിന് ഇന്ത്യ പാക് പടയെ തകർത്തിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. ഇതോടുകൂടി സൂപ്പർ 4-ൽ ഇന്ത്യ ഇടം പിടിക്കുകയും ചെയ്തു. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം നടക്കുന്ന മത്സരം എന്ന പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. എന്തായാലും തകർപ്പൻ വിജയമാണ് ഇന്ത്യൻ താരങ്ങൾ ഇപ്പോൾ ഇവിടെ സ്വന്തമാക്കിയിരിക്കുന്നത്. AP സജിഷയാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.